പൊറുക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എന്തു ചെയ്യണം? മദീനത്തേക്ക് പോകണമല്ലേ? എങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തൗബയുടെ ഷർത്തുകൾ എണ്ണിയെടുത്ത് അതും കൂടെ എഴുതി ചേർക്കണമെന്ന് നിങ്ങളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിനോട് പറയട്ടെ. ഏത് വിദ്യാഭ്യാസ ബോർഡായാലും തർക്കടില്ല. നിങ്ങളോട് പറയുന്നു, ഇനി ഇറക്കുമ്പോ നിങ്ങൾ ഒരു നിബന്ധന കൂടി എഴുതി ചേർക്കണം. എന്താ? നമ്മുടെ തെറ്റുകൾ പൊറുക്കണമെങ്കിൽ അള്ളാന്റെ റസൂലിനോട് പറയണം. എന്തേ നിങ്ങൾ എഴുതാത്തത്? ഇത് പറയുന്നതിൽ വിശ്വാസമല്ല അല്ലേ? ഇത് വെറുതെ പറയുന്നതാണല്ലേ? അപ്പോ അതിന് നിങ്ങൾക്ക് രേഖയില്ല. ആ സംഭവം അതിനൊട്ട് രേഖയുമല്ല. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ഓ മൗലവി, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ വന്നിട്ട് വഫാത്തിന്റെ ശേഷവും ചോദിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്കൊരു കഥയുണ്ട്. അതാരാ ഉദ്ധരിച്ചത്? ഒരു ഉത്ബി കഥ. ഒരു അയറാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിലേക്ക് കയറി വരികയാണ്. കയറി വന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ആ അയറാബി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് സങ്കടം പറയുകയാണ്. ഖുർആനിൽ ഇങ്ങനെ ഉണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് ഖുർആനിൽ കേട്ടിട്ടുണ്ട്. അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ വന്നിരിക്കുന്നു, അങ്ങയോടിതാ ഇസ്തിഗ്ഫാർ, അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അസ്അലുക ശഫാഅത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നിലക്കുള്ള അർത്ഥത്തിൽ വരുന്ന ചില ഉദ്ധരണികൾ ചില കിതാബുകളിൽ ഉള്ളതാണ് ഇവിടെ വെച്ച് ഉദ്ധരിച്ചത്. ചോദിക്കട്ടെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഏത് സംഭവം നിങ്ങൾ ഉദ്ധരിച്ചാലും വിരോധമില്ല. പക്ഷേ ഞങ്ങൾക്കൊരു കണിശതയുണ്ട്. അത് നിങ്ങളും ഇവിടെ പറഞ്ഞ കണിശതയാണ്. അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് വേണം കേട്ടോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഇസ്നാദു മിനദ്ദീൻ, ദീനിന്റെ ഭാഗമാണ് ഈ പാരമ്പര്യമായി ലഭിക്കുകയെന്ന്. ഏതെങ്കിലും സനദല്ല, കുറ്റമറ്റ സനദ്. പറഞ്ഞില്ലേ, ഇബ്നു സീരീന്റെ റിപ്പോർട്ടിൽ മുസ്ലിമിൽ കാണില്ലേ അൽ ഇസ്നാദു മിനദ്ദീൻ എന്ന് പറഞ്ഞെടുത്ത് അതിന്റെ നേരെ താഴെ തന്നെ ഇബ്നു സീരീന്റെ റിപ്പോർട്ടുമില്ലേ? എന്ത് നോക്കണേ ജനങ്ങളെ, നിങ്ങളുടെ ദീന് നിങ്ങൾ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണെന്ന് നോക്കിയിട്ട് വേണേ. കുറ്റമറ്റ ആളുകളിൽ നിന്നേ സ്വീകരിക്കാവൂ, വിശ്വസ്തരിൽ നിന്നേ സ്വീകരിക്കാവൂ എന്ന് മുഹമ്മദ് ബിൻ സീരീന്റെ റിപ്പോർട്ടും ഇമാം മുസ്ലിം എടുത്തുദ്ധരിച്ചിട്ടില്ലേ മുഖദ്ദിമയിൽ? അപ്പൊ ആ നിലക്ക് ഉണ്ടോ? ഇല്ല. പിന്നെ അയറാബി വന്നിട്ട് ഇങ്ങനെ പാട്ട് പാടി. അയറാബി വന്നിട്ട് മൂപ്പര് പാട്ടാണ് പാട്. യാ ഖൈറ മൻ ദുഫീനത് ബിൽഖാഇ യഅ്ലുമു വതബ മിൻ തീബിൻ നൽഖാഉ വൽ അകമു. മദീനത്തെ ചുമരുമലതാ ഇപ്പോഴും മൗലൈമാരെ നിങ്ങളും പോയാ കാണില്ലേ, മദീനത്ത് സിയാറത്തിന് ചെയ്യുന്ന സർവ്വ മുസ്ലിമീങ്ങൾക്കും തെറ്റുപറ്റാതെ അവർക്ക് മനപ്പാടമില്ലെങ്കിൽ നോക്കി ചൊല്ലണം എന്ന നിലക്കതാ അവിടെ രേഖപ്പെടുത്തിപ്പോയി. നിങ്ങൾ പറഞ്ഞില്ലേ? എങ്കിൽ പറയൂ, അതിന്റെ സനദിലൂടെ നിങ്ങൾ ഉദ്ധരിക്കൂ. നിങ്ങൾക്ക് സാധ്യമാണോ? സാധ്യമല്ല കേട്ടോ. സംഭവം പറയുന്നത് തന്നെ ഒരു ഉത്ബിയാണ്. പറയുന്ന ആള് വിശ്വസ്തനാവണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ദീന് സ്വീകരിക്കുമ്പോ നോക്കണം ആരിൽ നിന്നാ സ്വീകരിക്കുന്നത്. ഇബ്നു സീരീൻ പറഞ്ഞില്ലേ ഇമാം മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പൊ എന്താ സംഭവം? ഈ കഥ ഉദ്ധരിക്കുന്ന ഉത്ബി ആരാ? ഇയാള് ഇവിടെ പേരോട് മൂപ്പരെ പറ്റി പറഞ്ഞത് ഇമാം ഉത്ബി റളിയല്ലാഹു അൻഹു. ഇമാം ഉത്ബി റളിയല്ലാഹു അൻഹു മൂപ്പർക്ക് ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു പിടുത്തുണ്ടെങ്കിൽ വലിയ ഇമാം ഉത്ബി എന്നൊക്കെ പറഞ്ഞ് തൊള്ള നിറയെ റളിയല്ലാഹുക്കെ ചൊല്ലിയിട്ട് മൂപ്പര് പറയാണ് അങ്ങനത്തെ ഉത്ബിയാണ്. എന്നാ പിന്നെ പ്രിയപ്പെട്ടവരെ ചോദിക്കട്ടെ, ആരായി ഉത്ബിയെ പറ്റി നമ്മൾ പറയുന്നതല്ല, മൂപ്പര് ചില സ്വഭാവങ്ങൾ പറയണേ. കാന മുസ്തഹ്തിറൻ ബിശ്ശറാബ്, വെള്ളത്തിന്റെ ആളാണ്. ഷറാബേ, ആ നിലക്കുള്ള അഭിപ്രായം മാത്രമല്ല, മൂപ്പർക്ക് കുറെ കിതാബുകളൊക്കെ ഉണ്ട്. എന്താ? കിതാബുൽ ഖൈലി, കുതിര കിതാബ്. പിന്നെയോ കിതാബു അഷ്ആരിൽ ആരിബി വ അഷ്ആരിൻ നിസാഇല്ലാത്തി അഹ്ബബ്ന സുമ്മ അബ്ഗദ്ന. മൂപ്പരെ പണ്ട് കുറെ പെണ്ണുങ്ങൾ പ്രേമിച്ചു, പിന്നെ അവരൊക്കെ മൂപ്പരിട്ടെറിഞ്ഞു പോയി. അവരെ കുറിച്ചൊക്കെ വിലപിക്കുന്ന കവിതയിൽ. ഇതൊക്കെ ഇതിന് നല്ലൊരു പാട്ടുകാരനാണ്. അങ്ങനെയുള്ള മാത്രല്ല, നർത്തകിമാര് ഡാൻസുകാരികളായ പെണ്ണുങ്ങള് സദസ്സിൽ പാട്ട് പാടുമ്പോ മൂപ്പരവിടെ പോയിട്ട് ഇരുന്നിട്ട് നല്ല പാട്ട് എന്ന് പറഞ്ഞിട്ട് സമ്മാനം മുഴുവൻ ഓഫർ ചെയ്യുന്നു. എന്റെതൊക്കെ അനക്കന്നെ എന്ന് പറയും ചിലപ്പോ പാട്ട് കേട്ടിട്ട്. അങ്ങനെയൊക്കെ
നർത്തകിമാരിൽ നിന്ന് ഗാനമാസ്വദിക്കുന്ന, അതുപോലെ തന്നെ മൂപ്പര് പാടിയ ചില കവിതകൾ റഅയ്നൽ ഗവാനി ശൈബ ലഹാ ബിഅരിദി ഫഅറബന അന്നി ബിൽ ഖുദൂദിൻ നവാദിരി വകുന്നാ മതാ അബ്സർനനി ഔ സമിഅന ബി സഅനാ ഫറഖനൽ ഖുവബിൽ മഹാജിരി. എന്താ പറയുന്നറിയോ? ആദ്യമൊക്കെ പെണ്ണുങ്ങള് എന്നെ കണ്ടാൽ ഇങ്ങനെ ഓടി അടുത്ത് വരാറുണ്ട്. ഇപ്പൊ ചില നിരകളൊക്കെ, ജരാനരകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോ അവരൊക്കെ ഇപ്പൊ എന്നെ കാണുമ്പോ ഓടുകയാണ്. എന്താ ഇതിന്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ആ നിലക്കുള്ള കവിതകളൊക്കെ എഴുതുന്ന, കുറച്ച് ആ രൂപത്തിലൊക്കെ നേരത്തെ പറഞ്ഞ സ്വഭാവമൊക്കെ ഉള്ള ആളെ കുറിച്ച് പറയാണ് ഇമാം ഉർത്തുബി റളിയല്ലാഹു അൻഹു. ഇയാൾ നിന്നാണോ ഞങ്ങൾ ദീൻ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ അമ്മൻ തൗഹുദൂന ദീനക്കും. ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ്, നിങ്ങൾ ദീൻ സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ് ശരിക്കോർത്തോളണം. സിഖത്തൻ അൻ സിഖത്തിൻ, നല്ലവരായ ആൾക്കാരിൽ നിന്നാണ് ദീൻ സ്വീകരിക്കേണ്ടത്. അപ്പൊ പിന്നെ മൗലവി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഇത് ഉദ്ധരിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ പലരും ഉദ്ധരിച്ചിട്ടില്ലേ എന്നായിരിക്കും പിന്നെ മുസ്ലിയാരുടെ ചോദ്യം. പറയട്ടെ, ഏതെങ്കിലും ഒരു ഇമാം ഉദ്ധരിച്ചു എന്നത് ഇസ്ലാമിൽ രേഖയാണോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഇമാമിന്റെ കിതാബിൽ ഒരു കഥ കണ്ടാൽ മുസ്ലിമീങ്ങൾക്ക് രേഖയാ? ഒരു ഇമാമിന് അങ്ങനെ, അദ്ദേഹത്തിന് അങ്ങനെ മനസ്സിലായി, ആയിക്കോട്ടെ. അദ്ദേഹം മനഃപൂർവ്വം ഇരുന്നാൽ, ഞാൻ പറഞ്ഞില്ലേ ഇമാമിങ്ങളൊക്കെ ചില കാര്യങ്ങൾ അവർക്ക് സത്യാന്ന് തോന്നിയിട്ട് എഴുതുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സത്യാന്ന് വിചാരിച്ചിരിക്കും. നിങ്ങൾ നോക്കൂ, പക്ഷേ ഇവിടെ ഉർത്തുബിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ സംഭവം അത് അബുത്തയ്യിബും മാവർദിയും ഒക്കെ ഹിക്കായത്ത് ചെയ്തൊരു ഹിക്കായത്താണ്, റിവായത്തല്ല. ഹിക്കായത്ത് റിവായത്തിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തിരിയോ? അപ്പൊ ഹിക്കായത്താണ്. ആ നിലക്കുള്ള ഒരു കഥ, ആ കഥയിൽ തന്നെ അനിൽ ഉത്തുബിയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഉത്തുബിയെ കുറിച്ച് എന്താ അവിടെ പറയുന്നത്? മുസ്തഹസിനീന ലഹു എന്നാൽ ഉത്തുബിയെ കുറിച്ച് നല്ല വിചാരമുള്ളവര് പറഞ്ഞതാ. ഇവരിതൊക്കെ ഉത്തുബിയിൽ നിന്ന് ഉദ്ധരിക്കാൻ കാരണം ഉത്തുബിനെ കുറിച്ച് ഓർക്ക് നല്ല വിചാരാണ്, ആയിക്കോട്ടെ. ഒരാളെ കുറിച്ച് നല്ല വിചാരാണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെ നല്ല വിചാരമുള്ളവര് പറഞ്ഞോട്ടെ. അപ്പൊ ഉത്തുബിയെ കുറിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ട് എന്നാണ് അവിടെ മുസ്തഹസിനീന ലഹു എന്ന് പറഞ്ഞാൽ അർത്ഥം. ശറഹുൽ മുഹദ്ദബിലെ ഉദ്ധരണിയാ പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. എന്നാ പേരോടുന്നൊരു കളിണ്ട്. സദസ്സിന് തിരിയാത്ത നിലക്ക് മൂപ്പര് അർത്ഥത്തിൽ നിന്നിട്ടും ഒരു ചാട്ടാണ് ചാടും. എന്നിട്ട് വേറൊരു അർത്ഥത്തിലേക്ക് ആർക്കും തിരിയൂല എന്നാ മൂപ്പര് വിചാരിച്ചത്. ആർക്കും തിരിയൂല. ഇവരെല്ലാം കിതാബ് തിരിയുന്നൊരു ഹോജ. വേറുള്ളവർക്കൊന്നും കിതാബ് തിരിയില്ല, പഠിക്കണം മൗലൈമാരെ, വിവരല്ലാതെ മതം വിളമ്പരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ട് പറയും. ഇന്നാ പേരോടുന്ന ഒരു വേട്ടെ, നിങ്ങൾ മുസ്തഹസിനീന ലഹുവിന് വെച്ച അർത്ഥം ഈ സദസ്സിൽ ഈ ശബ്ദം ശ്രവിക്കുന്നതിൽ ഈ നാദാപുരത്തിന്റെ മണ്ണിൽ ഒരുപാട് മുതഅല്ലിമീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ഉള്ള നാടല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പേരോട് വെച്ച അർത്ഥമാണോ ശറഹുൽ മുഹദ്ദബിൽ മുസ്തഹസിനീന ലഹു എന്നതിനുള്ളത്? നിങ്ങൾ ചിന്തിക്കും, എന്താ പേരോട് വെച്ച അർത്ഥം? അതൊന്ന് ആദ്യം കേൾപ്പിക്കാം. മുസ്തഹസിനീന ലഹു എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് പറയുന്ന അർത്ഥം കേട്ടോളൂ. അതെ, മുസ്തഹസിനീന ലഹു, എല്ലാ ഇമാമിങ്ങളും അത് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത്. നോണയാ പറഞ്ഞത്. എല്ലാ ഇമാമിങ്ങളും അത് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത്. അത് ഏത് റസൂലുള്ളാഹിനെ വിളിക്കലേ അങ്ങട്ടാക്കുകയാണ് മൂപ്പിലാൻ റൂട്ട് തെറ്റിച്ചു കൊണ്ടുപോവുക. മുസ്തഹസിനീന ലഹു എന്ന് പറഞ്ഞാൽ എല്ലാ ഇമാമിങ്ങളും അത് പുണ്യമാണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണോ പേരോടെ അതിന്റെ അർത്ഥം? നിങ്ങൾ മനസാക്ഷി കുത്തുണ്ടെങ്കിൽ പറയൂ. ഈ ശബ്ദം ശ്രവിക്കുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ പറയൂ, മുസ്തഹസിനീന ലഹു എന്നിടത്ത് അത് ആരെക്കുറിച്ചാണ്? ആ വിഷയത്തെക്കുറിച്ചാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചു തേടുന്ന ആ കാര്യം അത് പുണ്യമാണ്, അത് പുണ്യകർമ്മമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് എന്നതാണോ അവിടെ ഉദ്ദേശം? അതോ ഉത്തുബിയെ സംബന്ധിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ടെന്നോ? ഏതാണ്? രണ്ടാമത് പറഞ്ഞതാ. ഉത്തുബിയെ പറ്റി പലർക്കും പല അഭിപ്രായം ഉണ്ടെങ്കിലും ഇവർക്കൊക്കെ അയാളെ കുറിച്ച് നല്ല അഭിപ്രായമുള്ളത്. അങ്ങനെ ഒരു സദവിചാരം വെച്ചുകൊണ്ടാണ് ഇവരിതൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത് എന്നാണ് അതിന്റെ വസ്തുത. അതാണ് ഉത്തുബിയെ കുറിച്ച് എന്നുള്ളത്. അള്ളാന്റെ റസൂലിനെ കുറിച്ച് റസൂലുള്ളാഹിനെ വിളിച്ച് തേടൽ അത് പുണ്യമാണ്, അത് പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥം മാറ്റുന്നത്. തട്ടിപ്പേ, വെട്ടിപ്പേ, കാപട്യമേ, നിന്റെ പേരോ ഞാൻ പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇനി കേട്ടോ എന്നിട്ട് മൂപ്പര് പറയുന്ന വേറൊരു കാര്യം ഉണ്ടതെന്താ?
അതേ ഇതിന് തന്നെ ഒരു അർത്ഥം പറയുന്നുണ്ട്.